രോഗമുള്ളിടത്ത് കൈകൾ വെക്കാവുന്നതാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. ഉദരരോഗികൾ ഉദര സ്ഥലത്ത് കൈവെക്കുക. PCOD ഫിസ്റ്റുല ഉള്ളവർ പൊക്കിൻ്റെ താഴെ കൈവെക്കുക. മക്കളില്ലാത്തവർ പൊക്കിൻ്റെ താഴെ കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിന് കൈവെക്കുക. ശ്വാസകോശ രോഗികൾ ശ്വാസകോശ കൈവെക്കുക. ഹൃദയത്തിൻ്റെ ഇടതുവശത്ത് കൈവെക്കുക. കരൾ രോഗികളും അതുപോലെ തന്നെ നെഞ്ചും കൂടിൻ്റെ താഴെ കൈവെക്കുക. അൾസർ രോഗികൾ ഊടിൽ കൈവെക്കുക, പൊക്കിൽ കൈവെക്കുക. മറ്റൊരു പലവിധ രോഗങ്ങളുള്ളവർ സ്വന്തം ശിരസ്സിൽ എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കൈവെക്കുക. കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്ന സമയമാണ്. ആദ്യം ശക്തമായ രീതിയിൽ ഇടിമുഴക്കം പോലെ വിശ്വാസപ്രമാണം ചെല്ലുക. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അന്ധന് കാഴ്ച നൽകുവനെ, ചെകിടന് കേട് നൽകുവനെ, ഊമന് സംഭാഷണം നൽകുവനെ, മഹോരോഗ്യപ്പെടുത്തവനെ, തകാരോഗ്യപ്പെടുത്തവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ നിന്റെ തിരുനാശുദ്ധി പറയുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങള് തീരാ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. 36 വർഷാർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തില് മാരക രോഗങ്ങളെ തീരാ വ്യക്തികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവര്, നിങ്ങൾ കൊടുത്ത അപേക്ഷയുടെ മേൽ ഒരു നടപടിയും ഇല്ലാതെ ഇരിക്കുന്നവര്, സാമ്പത്തികമായ ബാധ്യതകളാലും സ്ഥലം വിറ്റുമാറാത്തവര്, സ്ഥലം വാങ്ങാനുള്ളവര്, യാത്രയിലാകാൻ പോകുന്നവര്, ഇന്റർവ്യൂവിനെ അഭിമുഖീകരിക്കാൻ പോകുന്നവര്, പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവര്, എല്ലാവരും തന്നെത്താൻ ശിരസ് കൈവച്ചോട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവിതത്തിന്റെ മുഴുവൻ ദോഷങ്ങളെ 36 കൊല്ലം അർപ്പിച്ച കൃപാൽത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ജീവിത ദുരിതങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം
അപ്പോൾ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് കുരിശ് ആയിട്ട് നമുക്ക് തോന്നുന്ന മേഖലകളെല്ലാം ആ കുരിശോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനെ കാണണമെന്നാണ് സുവിശേഷം. എവിടെയെങ്കിലും കുരിശുണ്ടെങ്കിൽ കുരിശിൻ്റെ കൂടെ ആര് കാണണം? ക്രൂശിക്കപ്പെട്ടവനെ കൂടി കാണണം. അത് കർത്താവിന് വേണ്ടിയാണ് ആ കുരിശ് കാണേണ്ടത്. അപ്പോൾ ഈ ഓർമ്മ കൂടി പോയി, വീടുമില്ല, അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കാൻ വിട്ടിട്ടേ അവിടെ ഫീസ് അടക്കാൻ നിവൃത്തിയില്ലാതെ മകൾ വന്ന് വീട്ടിൽ നിൽക്കുക. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു, ഇവളെന്തോ പ്രോബ്ലം ഉണ്ട് അവിടെ ഉണ്ടാക്കിയിട്ട്, പെൺകുട്ടികളല്ലേ അപ്പം എല്ലാം പ്രോബ്ലമായിട്ട് കാണത്തുള്ളൂ നാട്ടുകാർ. ഇവളവിടെ എന്തോ പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുകയാണെന്ന്. പക്ഷേ ആൾക്കാരോട് പറയാൻ പറ്റുമോ? ഫീസ് അവിടെ കൊടുക്കാൻ പറ്റാത്ത കാരണം ഇറക്കി വിട്ടിരിക്കുകയാണെന്ന്. ഒരു അമ്മ മനസ്സനുഭവിക്കുന്ന വ്യത്യസ്തമായ കാലാവസ്ഥകൾ എന്തിനാണ് നിങ്ങളോട് ഞാൻ പറയണത്? എനിക്കറിയാം പലരുടെയും അവസ്ഥ ഇതുപോലെയോ ഇതിനേക്കാൾ താഴ്ന്നതോ ആണ്. ഇതിത്തിരി കൂടിയതാണെന്ന് പറയാൻ കാരണം ഈ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവളെടുക്കുന്ന ഒരു തീരുമാനം പറയുന്നുണ്ട്. ഞങ്ങളെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെന്ന് സെപ്റ്റംബർ 2-ാം തീയതി ഡേറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ വിഷമൊക്കെ വാങ്ങിച്ച് വെച്ചു. അപ്പോൾ അവരുടെ ഒരു ഞാൻ എങ്ങനെ അച്ചായന് എങ്ങനെ ഞാൻ വിഷം കൊടുക്കും? അതാണ് പ്രശ്നം. കുഞ്ഞുങ്ങളെല്ലാം കഴിക്കാൻ തയ്യാറായി. ഒക്കെ കുഞ്ഞുങ്ങൾ വരെ കഴിക്കാൻ തയ്യാറായെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ എന്തുമാത്രം സഹിക്കാനാവാത്ത അവസ്ഥയാണ്. ഉടമ്പടി എത്രയോ മനോഹരമാണെന്ന് പറയാൻ കാരണം അതാണ്. അതായത് കുഞ്ഞുങ്ങളോട് അമ്മ ഇങ്ങനെ ഒരു അവസ്ഥ ചെല്ലാൻ കാരണം ഇവർ 7 ലക്ഷം രൂപ, പാവപ്പെട്ടവരല്ലേ, 7 ലക്ഷം രൂപയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 7 കോടി രൂപയുടെ കടമുള്ളവരുടെ അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പം പലരും വിളിച്ച്, കടക്കാർ വിളിച്ച് ഭർത്താവിനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കണ്ടപാട്ടിൽ നിന്നൊക്കെ ഒരു കടം മേടിച്ച പലിശക്ക് അവരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ വിളിക്കുന്നുണ്ട്. മകൾ വന്ന് വീട്ടിൽ നിൽക്കണുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ അവർ അസഭ്യമൊക്കെ പറയും ഫോണിൽ. അപ്പോൾ ഇവരുടെ കണ്ണറിയാണ്ട് നിറഞ്ഞ് കണ്ണീര് താഴെ വീഴുമ്പോൾ മക്കളുടെ ആത്മവിശ്വാസം പോകും. കാര്യം അവർക്കെല്ലാം ഒരു അഭയമായിരുന്നത്. പല അഗ്നി പരീക്ഷകളിലൂടെ പോകുമ്പോഴും അമ്മയാണ് അവരുടെ അഭയം. അതിൻ്റെ തനിത പറയുന്നുണ്ട്. എൻ്റെ ബന്ധുക്കൾ വലിയ നിലയൊക്കെ ഉള്ളവരാണ്, പക്ഷെ എൻ്റെ മക്കളെ ഞാൻ അവരുടെ അടുത്ത് വിട്ടിട്ടില്ല. കാരണം അവർ നാളെ കാലങ്ങളിൽ ഈ ദാനങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ വന്നാൽ അവർക്ക് അവിടെയൊക്കെ മുമ്പിലൊരു വില പോകും. എൻ്റെ മക്കളെ പ്രതിയാണ് ഞാൻ അങ്ങനെയൊക്കെ. എനിക്ക് തെറ്റാകാൻ ശരിയാകാം, കുഞ്ഞുങ്ങളുടെ അഭിമാനം ഓർത്തിട്ടാണ് ഞാൻ അവരോരോരുത്തും പണത്തിനൊന്നും വിടാതിരുന്നത്. ഒരു ലേഡിയാണ് അവർ. ശരിക്കും എന്ത് ബുദ്ധിയും ബോധവും ഉള്ളവരാണത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ നിലപാട്. കാര്യം അവർ ആ നിലപാട് കറക്റ്റാണെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. കാര്യം ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓൺ അമ്മയുടെ ആങ്ങള, അങ്ങേര് 2 ഡോക്ടറേറ്റുള്ള ആളാണ്. വത്തിക്കാനിൽ പോയി റോമിൽ പോയി പഠിച്ച് രൂപതയെ വന്ന് ഇവിടെ സെമിനാരി റെക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ആദ്യകാലങ്ങളിലൊക്കെ ഫൈനാൻസായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, പഠനകാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങേര് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 1979
അല്ല 76. അപ്പം അന്നത്തെ അച്ഛന്മാർ സെമയെ താമസിക്കുന്നവർക്ക് 75 രൂപയാണ് ശമ്പളം. 75 രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളം എന്ന് പറയും. നമ്മളല്ലേ, ഞങ്ങൾ സഭയിൽ നിന്ന് വാങ്ങിക്കുന്ന ശമ്പളമല്ല, ഞങ്ങൾക്ക് സസ്റ്റ്നൻസ് എന്ന് പറയാം. അത് ഞങ്ങൾക്ക് ഉടുപ്പൊക്കെ കഴുകി ചെരുപ്പൊക്കെ പൊട്ടിയാൽ മേടിക്കാനും സോപ്പൊക്കെ മേടിക്കാനുള്ള കാശിനാണ് സസ്റ്റ്നൻസ് എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ സഭയിൽ നിന്ന് വാങ്ങിക്കുന്നത്. പള്ളികളിലിരിക്കുമ്പോൾ അത് തന്നെ വാങ്ങിക്കണത്, ശമ്പളമല്ല. ശമ്പളം എന്ന് എങ്ങനെ പറയാൻ പറ്റുമോ? തൊഴിലുറപ്പുകാർക്ക് ഇതിനൊക്കെ കൂടുതൽ കിട്ടും. എന്താ അത്രയും നാളെ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് എന്ത് അരൂപിയോടാണ് ഇതിൻ്റെ അകത്ത് ജീവിക്കണത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ കൃപാസത്തിന് പോലും ഞാൻ 5 പൈസ ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല. ശുശ്രൂഷ ചെയ്യണ ഞാനാണ് ഇവിടെ. 20 കൊല്ലമായില്ലേ. വേണമെങ്കിൽ ഒരു ശുശ്രൂഷക്ക് 1000 രൂപ വെച്ച് മേടിക്കാമല്ലോ. അപ്പോഴും 20 കൊല്ലത്ത് എന്തുമാത്രം കാശ് കിട്ടും. ഐ ആം നോട്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് കർത്താവിൻ്റെ പണമാണ്, ദൈവശുശ്രൂഷക്കുള്ളതാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ഇതുപോലെ വല്ല മരുന്ന് അവലൊക്കെ വരുമ്പോൾ അവിടുന്ന് ബില്ല് കൊടുക്കുകയാണെങ്കിൽ അവരത് പേയ്മെൻറ്റ് ചെയ്യും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സഭയിലെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും നിലനിൽക്കുന്ന ഒരു രീതിയാണിത്. പിന്നെ ഞങ്ങൾ ഉടുത്ത് കുളിച്ച് മിടുക്കന്മാരായിട്ട് നടക്കുന്നത് ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ലോഹയായിട്ടും ഒത്തിരി പേര് ഇപ്പോൾ ഈ കൃപാസനം തന്നെ റൺ ചെയ്യണത് എങ്ങനെയാണ് ശരിക്കും? ഞങ്ങൾ ഇവിടെ കുർബാന പണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. സ്വസ്ഥക്കാശെടുക്കുന്നുണ്ടോ? ഇല്ല. അതേസമയം തന്നെ സംഭാവന എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു സംഭവിച്ച് സാമ്പത്തികമായിട്ട് ഒരു വിഷയമില്ല. കാര്യം ചെയ്യാത്തതിൻ്റെ കാരണം ഇതൊന്നും ഈശോയ്ക്ക് ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ലേ? സാമ്പത്തികത്തിന് ഏതെങ്കിലും മേഖലയിൽ ഇപ്പം യൂട്യൂബ് 5 പൈസ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കണില്ല. എത്രയോ പ്രാവശ്യം അവിടെ വൗച്ചർ വന്ന് മേടിക്കണില്ല. അങ്ങനെ വന്നാൽ പരിശുദ്ധാത്മാവ് പതുക്കെ ഇറങ്ങിപ്പോവും. പക്ഷെ എന്നാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണില്ലേ? സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എന്താ കാര്യം? അമ്മമാതാവ് വാരിക്കോരി കൊടുത്ത് അനുഗ്രഹിച്ച് നിലനിർത്തിയ ആൾക്കാർ കൊണ്ടുവന്ന് ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയും ശുശ്രൂഷകൾ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയും ആവശ്യത്തിന് കൊടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ വിഷയം സംസാരിക്കാറ് പോലും ഇല്ല ഇവിടെ. പുറത്തൊക്കെ ആൾക്കാർ ട്രോളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയാൻ പാലാത്തത് കൊണ്ട് നമ്മളെന്ത് പറയാനാണ്. പക്ഷേ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. പോട്ടെ, എൻ്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഓരോ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണം. അമ്മ അവൾ പറഞ്ഞ കറക്റ്റാണ്. ശരിക്കും അനിത പറഞ്ഞത് കറക്റ്റാണ്. എൻ്റെ അമ്മാവനൊരു ചെറിയ തെറ്റ് ചെയ്ത്. കാര്യം അമ്മാവൻ്റെ ശമ്പളം 75 രൂപയാണ്. അതിൽ 50 രൂപ എനിക്ക് സോപ്പും ബക്കറ്റും ഉടുപ്പും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം അമ്മാവൻ പറയും, നീ അത് പോയി പ്രൊക്യൂറിനൊക്കെ നിന്ന് മേടിച്ചോളാൻ പറയും. 20 രൂപ അമ്മാവനും കൊടുക്കും. 50 രൂപ പ്രൊക്യൂട്ടർ എന്ന് പറയുന്നത് ട്രഷററാണ്, സെമിനാരിയിലെ പണ സൂക്ഷിപ്പുകാരൻ. അതൊരു അച്ഛനാണ്. അപ്പം അങ്ങേരോട് വാങ്ങിച്ചോളാൻ പറയും. അപ്പം അങ്ങേരെടുത്ത് ഞാൻ എല്ലാ മാസവും ചെന്നിട്ട് 50 രൂപ മേടിക്കും. എന്നിട്ട് ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ 50 രൂപക്ക് നിൽക്കില്ല. പക്ഷെ അന്ന് 50 രൂപക്ക് വരെ ഉണ്ട്. 76 അത്യാവശ്യം കാര്യമൊക്കെ നടക്കും. നമുക്ക് വേറെ ആർഭാടമൊന്നും നടക്കത്തില്ല. ഉടുപ്പ് കെട്ടുകളും പണ്ട് ഈ ഉജാലയൊക്കെ വാങ്ങിക്കാനുള്ള കാശ് കിട്ടും. മുക്കാനും തേക്കാനും ഒക്കെയുള്ള പരിപാടി കിട്ടും. പക്ഷേ അത് പിന്നീട് എനിക്കത് വലിയ ഭാരമായി മാറി. എന്താ കാര്യം? ഈ പ്രൊക്യുറേറ്റർ പിന്നീട് രൂപത ബിഷപ്പായപ്പോൾ ഞാൻ അച്ഛനായി. അതാണ് പ്രശ്നം. ഈ പ്രൊക്യുറേറ്ററായിരുന്നു ഈ 50 രൂപ തന്നുകൊണ്ടിരുന്ന അച്ഛൻ പിന്നീട് രൂപതയുടെ ബിഷപ്പായി. അപ്പം ഞാൻ ആരായി? ഞാൻ പഠിച്ച് അച്ഛനായി. ഈ മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ 50 രൂപയ്ക്ക് വേണ്ടി എത്രയോ വർഷം കൈനീട്ടിയതാണ്. അത് കാരണം പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അതാണ് വിഷയം. അത് അനിത പറഞ്ഞ കറക്റ്റ്. അനിത പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. നിങ്ങൾക്കത് മനസ്സിലായെന്ന് അറിയത്തില്ല. നിങ്ങളവർക്ക് അത് വലിയ ഭാവമല്ലേ, ഉള്ളവരൊക്കെ അത് മേടിക്കണ്ടേ. പക്ഷെ അനിത പറഞ്ഞതെന്താ പറഞ്ഞിരിക്കണത്? എൻ്റെ മക്കൾ ആടെ മുമ്പിൽ കൈനീട്ടിയ നാളെ അവരുടെ മുമ്പിൽ അവർ ദാസന്മാരുടെ കാണത്തില്ലേ എന്നാ ചോദിച്ചത്. അതുകൊണ്ടാണ് അത് അമ്മയുടെ അവസ്ഥയിലാണ് ഞാനത് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോകുമ്പോൾ അവർ പോകത്തില്ലായിരുന്നു. ഈ കടക്കാരെ വിളിച്ച് തോന്നിവാസം പറയണില്ലേ, അപ്പോൾ ഈ മക്കൾക്കെല്ലാം
എന്തെല്ലാം അഗ്നി പരീക്ഷകളിലൂടെ പോകുമ്പോഴും ഇവർ ഒറ്റക്ക് നിന്ന് പടപൊരുതി അതിനേക്ക് അതിജീവിച്ച് ഈ കുഞ്ഞുങ്ങളെയും പൊരുന്ന് പരന്ത് വരുമ്പോഴും പാമ്പ് വരുമ്പോഴും ഒക്കെ കൂടെ ചേർത്ത് ചിറകി ചേർത്ത് കൊണ്ടു നടക്കുന്ന അമ്മ ഒരു നിമിഷം ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ കരയണത് കാണാം. അപ്പോൾ 2 മക്കളും വന്ന് കയ്യെ പിടിച്ചിട്ട് പറയും, അമ്മ എന്തെല്ലാം സംഭവിച്ചാലും അമ്മ കരയരുത്, അമ്മ കരഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചങ്ക് പറഞ്ഞു പോകും, പിന്നെ ഞങ്ങൾക്ക് ഒരു ആരംഭവും ഇല്ലാത്ത രീതിയിലാകും. അപ്പോൾ പറയും നമുക്ക് ഒരുമിച്ച് മരിക്കാം, ഇങ്ങനെ പോകാൻ എത്ര കാലം പോകാൻ പറ്റും. അതാണ് സംഭവം. അപ്പോൾ അവരങ്ങനെ വിഷമൊക്കെ വാങ്ങിച്ച് വെച്ച് അവർക്ക് അതിൻ്റെ അകത്തൊരു മനസാക്ഷി അവർക്ക് തോന്നണില്ല. കാര്യം അവസ്ഥ അങ്ങനെയായിപ്പോയി. അപ്പോൾ ഈ സെപ്റ്റംബർ 2-ാം തീയതി അപ്പോൾ അവർ എന്നിട്ട് ഈ അമ്മ അനിത മക്കളോട് പറയും, അച്ഛനി എങ്ങനെ കൊടുക്കൂടാ ഞാൻ വിഷമെന്ന് ചോദിക്കും മൂത്ത മകനോട്. അപ്പോൾ അവൻ പറയും ഞാൻ കൊടുക്കാം അച്ചായനെന്ന് പറയും. അച്ചായൻ കിടപ്പാണല്ല, അച്ചായൻ നമ്മളില്ലാതെ അച്ചായനിങ്ങനെ കിടന്നിട്ട് കാര്യമില്ലല്ല, ഞാൻ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ഇവരെങ്ങനെ തീരുമാനിച്ച് പക്ഷേ 2-ാം തീയതി ഈ വൈകുന്നേരമായപ്പോൾ അവിടെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് വരും. എന്താ വരുന്നത്? കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യത്തെ ലിങ്കാണ് വരുന്നത്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ എത്ര ആത്മാക്കൾ രക്ഷപ്പെടുന്നുണ്ടോ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാണ് ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുമ്പോഴല്ലേ അറിയത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഇവർ ഈ ഷെയർ ചെയ്യുമ്പോൾ ഈ ലിങ്ക് എടുത്ത് നോക്കി. അപ്പോൾ മൂത്ത മകനോടനെ ഈ മൂത്ത മകൻ ഞാൻ അപ്പന് വിഷം കൊടുക്കാമെന്ന് പറഞ്ഞവൻ പറയും, അമ്മേ നമുക്കൊന്ന് കൃപാസനത്തിൽ പോയാലാ, ചിലപ്പോൾ ഇതായിരിക്കും അവസാനത്തെ പിടിവള്ളി എന്ന് പറയും. ചിലപ്പോൾ ഇതായിരിക്കും അവസാനത്തെ പിടിവള്ളി, നമ്മുടെ അവസാനത്തെ ഒരു അഭയം. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഒരു മനുഷ്യൻ്റെ അവസാനത്തെ അഭയകേന്ദ്രമാണ് കൃപാസനമെന്ന് ഒരു മനുഷ്യരെ അനുഭവത്തിൽ നിന്ന് അവർ പറയണ കേൾക്കുമ്പോൾ എന്തൊരു അർത്ഥവത്താണ് നമ്മുടെ ശുശ്രൂഷ എന്ന് നമുക്ക് തോന്നും. ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ, എല്ലാവരും ഓർത്ത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ വിഷമിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് നാഥ ആ മക്കളെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നെഞ്ചും നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ ആരാധിച്ചിടാം. കരയല്ലേ തളരല്ലേ നെഞ്ചും നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ ആരാധിച്ചിടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജൂബി വർഗീസ്, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 2022 സെപ്റ്റംബർ മാസം ഒരു രോഗമുണ്ടായി. അത് CSF ലീക്കിംഗ് എന്നാണ്. അതായത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഫ്ലൂയിഡ് മൂക്കിൽ കൂടി വരിക. ഒരു മൂക്കിൽ കൂടി വരികയായിരുന്നു. ഞാനിത് കണ്ടു കഴിഞ്ഞ് 2 ആഴ്ച ആയപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ CT സ്കാൻ ചെയ്തു, അതിലും മനസ്സിലായില്ല. CT സ്കാൻ ചെയ്തിട്ട് ഞാനിവിടെ എങ്ങനെയാണ്, എത്ര നാളായി, എങ്ങനെ വന്നുകൊണ്ടിരുന്നു, അതുമൂലമുണ്ടായിരുന്ന അസ്വസ്ഥതകൾ എന്തെല്ലാമാണ്? എനിക്കത് വരുമ്പോൾ ഭയങ്കര തലവേദനയാണ്. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല നെറ്റി പൊട്ടി പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ തലയുടെ പുറകുഭാഗം ഭയങ്കര വേദന, നമുക്ക് തൊടാൻ പറ്റില്ല തല.
അതുപോലെ വേദനയായിരിക്കും. ആ വേദന എടുത്തു കഴിഞ്ഞ് കുറേ നേരത്തേക്ക് കണ്ണിൽ നിന്ന് തന്നെ, വേദന കൊണ്ട് കണ്ണിൽ നിന്ന് തന്നെ വെള്ളം വരും. അതുപോലെ വേദനയാണ്. പിന്നെ ഹസ്ബൻഡും മോളും മെല്ലെ മെല്ലെ ഒന്ന് തൊട്ടാണ് അതൊന്ന്, എന്നാലും വേദന വിടില്ല. കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വേദന ഒന്ന് വിടും. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ അത് നമ്മൾ കിടക്കുമ്പോൾ വീണ്ടും വരും. കിടക്കുക എന്നല്ല, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒന്ന് തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വരും വെള്ളം. അത് നമ്മുടെ തെളിനീര് വെള്ളമാണ് വരിക. പക്ഷേ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് CT സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഒന്നും കണ്ടില്ല. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ CT സ്കാൻ്റെ അതിന് റിസൾട്ട് അറിയാൻ ഞാൻ പോയപ്പോൾ അതിനകത്തൊന്നും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയത്. പക്ഷേ അതിലൊന്നും കണ്ടില്ല. ഡോക്ടർ പിന്നെ പറഞ്ഞു CT സ്റ്റിനോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. CT സ്റ്റിനോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ലി കൂടെ മരുന്ന് കുത്തിയിട്ടാണ് ചെയ്യണത്. നട്ടെല്ലി കൂടെ മരുന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ ഒരു കുത്തൊന്നുമല്ല, 5-6 കുത്തു കിട്ടി. 5-6 കുത്ത്, ഓരോ കുത്തും കുത്തുക, ബ്ലഡ് വരിക. ഇതന്നെയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ എന്ന് മാത്രം ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചത്. മാതാവേ, ഒരു തുള്ളി മരുന്ന് എൻ്റെ തലയിൽ കയറരുത്. അത് തലയിൽ കയറിയാൽ മാത്രമേ അവർക്ക് സ്പോട്ട് അറിയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം വരെ സംഭവിക്കാമെന്ന് ഡോക്ടർ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ചെയ്യണത്. അത് ഒരു തുള്ളി പോലും, 6 കുത്തി തന്നെ ഒരു തുള്ളി പോലും മരുന്ന് എൻ്റെ തലയിൽ കയറിച്ചില്ല മാതാവ്. പിന്നെ അവിടെ നിന്ന് ഞാൻ വേദന കൊണ്ട് നടന്നു പോയ ആൾ സ്ട്രെച്ചറിൽ കിടന്നു വന്നു. എത്ര ഹോസ്പിറ്റലുകളിൽ പോയി? എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്? ഞാൻ ആദ്യം പോയത് മെഡിക്കൽ കോളേജിലാണ്. അവിടെ തന്നെയാണ് ഈ ഡോക്ടറൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ് MRI ചെയ്തപ്പോഴും പിറ്റേ ദിവസം MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRI ചെയ്തു. അപ്പോൾ അതിൽ പറഞ്ഞു തലച്ചോറിനെ കവർ ചെയ്യുന്ന പാടയ്ക്ക് ചെറിയൊരു ഹോളുണ്ട്. അതിൽ നിന്നാണ് ഈ ഫ്ലൂയിഡ് മൂക്കിൽ കൂടെ ഒഴുകുന്നത്. അവിടെ നിന്ന് ആ ഡോക്ടറെ കണ്ടു ഞങ്ങൾ തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. 2 ദിവസം കഴിഞ്ഞു. ആ ഡോക്ടറെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തല തുറന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. തല തുറന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മണം പോകും, ടേസ്റ്റ് പോകും, എനിക്ക് എന്ത് വേണമെങ്കിലും സൈഡ് എഫക്റ്റ് വരാം, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ എന്ത് വേണമെങ്കിൽ, ഞാൻ ചിലപ്പോൾ കിടപ്പിലായെന്ന് വരാം. പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ തലയിൽ കത്തി തൊടാൻ അനുവദിക്കരുതേ മാതാവേന്ന്. അതുപോലെ തന്നെ മാതാവ് കത്തി തൊടാതെ തന്നെ അമ്മ പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് വീണ്ടും ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറും ഇതേ തന്നെ പറഞ്ഞത്, തല തുറന്നേ ഓപ്പറേഷൻ ചെയ്യാവുള്ളൂ. എന്നിട്ടും വീണ്ടും ഞങ്ങൾ പോയി കണ്ടു. അങ്ങനെ 5 ഡോക്ടർമാരെ കണ്ടു. വീടുകളിൽ കയറി ഡോക്ടറെ കണ്ട് 6ാമത്തെ ഡോക്ടറെ കണ്ടപ്പോൾ 6ാമത്തെ ഡോക്ടർ കാണിച്ചത് തന്നെ മാതാവാണ്. എൻ്റെ നാത്തു മുഖാന്തരമാണ് ആ ഡോക്ടറെ കാണാൻ പറഞ്ഞത്. ആ ഡോക്ടറെ കാണാൻ പോയി. ഉടമ്പടി എടുത്ത ശേഷമാണ് ഇതെല്ലാം. ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് തല തുറന്ന് ചെയ്യണ്ട, മൂക്കിൽ കൂടി ചെയ്യാവുന്ന ഒരു സർജറി ഉണ്ട്. മൂക്കിൽ കൂടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ പറഞ്ഞു. കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൽ കൂടി ചെയ്യുന്ന കാരണമാണ് സമയം എടുക്കുമെന്ന് പറഞ്ഞത്. ശരി, പക്ഷെ അതിനും ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. പ്രൈവറ്റായിട്ട് ചെയ്യുന്നതിന്, തല തുറന്ന് ചെയ്യണതിന് 5-6 ലക്ഷം രൂപ വരും. പക്ഷെ മൂക്കിൽ കൂടി ചെയ്യുന്നതിന് ഞങ്ങളോട് പറഞ്ഞത് 30,000 രൂപ, ഓപ്പറേഷൻ്റെ മാത്രം 30,000 രൂപ. പക്ഷേ 500 രൂപ ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല. എന്നിട്ട് ഞങ്ങൾ ഓപ്പറേഷന് എന്ത് ചെയ്യണമെന്നറിയാതെ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ നാത്തൂനും കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഡേറ്റ് എടുത്തോ, ഞങ്ങളുണ്ട് കൂടെ. മാതാവ് അവിടെ പ്രവർത്തിച്ചു. ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. പിറ്റേ ആഴ്ച അഡ്മിറ്റായി. നവംബർ 28 എൻ്റെ ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കിടന്നപ്പോൾ എൻ്റെ അമ്മേനെ ഞാൻ കണ്ടു. എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ നിൻ്റെ കൂടെയുണ്ട് മകളെ, നീ ഭയപ്പെടേണ്ട ഒന്നിനെക്കുറിച്ചും. കുറച്ച് പേടിയോടുകൂടിയാണ് ഞാൻ ഓപ്പറേഷന് പോയത്. ഏതാണെന്ന് അറിയില്ല. പക്ഷെ ആരോടും ഞാൻ പറഞ്ഞില്ല.
അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് പേടിയുണ്ട് പറഞ്ഞു. മാതാവ് എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട മകളെ, നീ ധൈര്യമായി പൊക്കോ, നിൻ്റെ കൂടെ ഞാനുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഉള്ളിൽ എൻ്റെ മാതാവിനെ ഞാൻ കാണുന്നുണ്ട്. 2 തിരിയും കത്തിച്ച് മാതാവ് എന്നെ കൂടെ നിന്ന്, ആ ഡോക്ടർ കൂടെ നിന്ന് സർജറി ചെയ്ത് വിജയിപ്പിച്ച് തന്നു. സർജറി കഴിഞ്ഞു. അന്ന് മുതൽ എനിക്ക് തലയിലത്തെ